ഹായ്. ഈ ചക്കക്കുരു നമ്മൾ പാഴാക്കി എടുത്ത് കളയുന്ന സാധനമാണ്. നമ്മൾ ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടി, അതായത് സീസൺ അല്ലാത്ത സമയത്ത് വേണ്ടി ഇതിനെല്ലാം പ്രയോജനപ്പെടുത്തുക. ഇതിപ്പം പുഴുങ്ങി വാട്ടിയതാണ്. ഇത് നമ്മൾ നോർമൽ കണ്ടീഷനിൽ ഇതേപോലെ ഇത് ഓപ്പൺ ഏരിയയിൽ വെച്ചിരിക്കുക. 1 വർഷം വരെ 2 വർഷം വരെ ഇരിക്കും. എന്നാലും 1 വർഷത്തേക്ക് നമ്മൾ ഗ്യാരണ്ടി പറയുന്നത് യാതൊരു കുഴപ്പവും. സുഹൃത്തുക്കളെ, ഇത് കണ്ടോ, ചക്കക്കുരു നമ്മൾ വീട്ടിൽ വേണ്ടാതെ കളയുന്ന ചക്കക്കുരു. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് കയറി പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മൾ കളയുന്ന ചക്കക്കുരുവാണ്. ഇതിപ്പോൾ പുഴുങ്ങിയിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 50 കിലോ കാണും. കണ്ടോ, ഇതെന്തിനാണെന്ന് അറിയണ്ട. നെടുവത്തൂർ ഫാക്ടറി ജംഗ്ഷനിൽ ജാക്കിഫൈ, അതായത് നമ്മുടെ സുന്ദരചേട്ടൻ്റെ ചക്കക്കടയിലാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം കിട്ടുന്നത്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇതിനെ നമ്മൾ തന്നെ കൊണ്ടുവന്ന് ഇത് ഉണക്കിയെടുത്തിട്ട് ഇതിനെ കാപ്പിപ്പൊടിയാക്കാം, പൊടിച്ച് വറക്കാം. അങ്ങനെ വറുത്ത് കാപ്പിപ്പൊടിയാക്കാം, പായസമാക്കാം. നമുക്ക് വീണ്ടും അടുത്ത വർഷത്തേക്ക് ശേഖരിച്ച് വെക്കാം. പല ഒരുപാട് ഐറ്റം, ഒരുപാട് ഐറ്റം ചക്കക്കുരു കൊണ്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അതിൻ്റെ ഓരോ ഇത് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി അതുപോലെ നമ്മളിവിടെ ചക്ക ഇപ്പം മൊത്തവും നശിച്ചു പോകുന്ന സമയമാണ്. ചക്ക, അതായത് കൂഴച്ചക്ക, വരിക്കച്ചക്ക എല്ലാം ഇപ്പം നശിച്ച് മരത്തിൻ്റെ മീട്ടി അളിഞ്ഞു പോകുന്ന സമയമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പോംവഴിയാണ് നീ കാണിച്ചു വെച്ചത്. കണ്ടോ, ചക്കയുടെ പൾപ്പ്. ചക്കയുടെ പൾപ്പ് ഇതാണ് ചക്കയുടെ പൾപ്പ്. ഇത് ചക്കപ്പഴം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്യാൻ പറ്റും. ഇത് നോർമൽ ടെമ്പറേച്ചർ. ഇത് കണ്ടോ, ഇത് 27/7/25 2025 ചെയ്തു വെച്ചതാണ്. ഇപ്പോഴും അതിന് യാതൊരു കുഴപ്പമില്ല. നമ്മൾ ആദ്യം സാമ്പിൾ ചെയ്താണ്. ഇത് പൾപ്പ് എടുത്തിട്ട് റിട്ടോട്ട് കവറിനകത്ത് പാക്ക് ചെയ്ത് ഇല്ല, നമ്മളിപ്പോ ബാക്കിയെല്ലാം എടുത്തതാ. ഇതിപ്പോ പുതിയത് ഇനി അടുത്ത വർഷത്തേക്ക് നമ്മുടെ ശേഖരിക്കാം. മറ്റേ അടുത്തെല്ലാം തീർന്ന്. അങ്ങനെ എല്ലാ ഐറ്റം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പഴം, ഈ പൾപ്പാണ് ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് ഇപ്പോഴാണ് ഇഷ്ടം പോലെ ചക്ക കിട്ടും. എല്ലാ ദിവസവും എടുക്കും. ഏത് ചക്കക്കുരു ആയാലും മതി. ഏത് ചക്കക്കുരു, ഇത് ഏത് ചക്കക്കുരു ആയാലും ചക്കക്കുരുവിന് പ്രത്യേകതയൊന്നുമില്ല. കൂഴയും മരിക്കുകയും തിരിയുന്നത് എപ്പോഴാണ്? ചക്ക പഴുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ചക്ക പഴുക്കുന്നിടം വരെ കൂഴയും മരിക്കുകയില്ല. എന്നുവെച്ചാൽ അതിന് ആ രണ്ടും ഒരേ ഉപയോഗത്തിനാണ് മാറുന്നത്. ചക്ക പഴുത്ത് കഴിയുമ്പോഴാണ് ചക്ക കൂഴയാണെങ്കിലും വരികയാണെന്ന് തിരിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ അതുവരെ ഈ ചക്ക തന്നെയാണ്. അപ്പോൾ തിരിച്ചറിയാനുള്ള വഴിയാണ് ചക്ക കൂഴയും മരിക്കൽ. അപ്പോൾ കൂഴയാകുമ്പോൾ കൂടുതലും നമുക്ക് പായസത്തിനൊക്കെ എടുക്കാം, പൾപ്പെടുക്കാം. ഇതിപ്പോൾ ഞാൻ അവിടെ വെളിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ ഒരു അടുപ്പുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയതാണ് റോക്കറ്റ് അടുപ്പ്. ഇതിനകത്ത് വലിയ അണ്ടാവിനകത്ത് വെച്ച് ആ വെള്ളം തിളപ്പിച്ച് വിറവ് വെച്ചൊക്കെ കത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് എന്ത് ലാഭമുണ്ടെന്ന് അറിയാം. ഇതിപ്പോൾ കണ്ടോ, ഏതാണ്ട് ഒരു 50 കിലോയ്ക്ക് പുറത്ത് ചക്കക്കുരു ഉണ്ട്. 50 കിലോ. ഇത് നമ്മൾ ഈ ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നതിൻ്റെ അവിടുന്ന് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഉള്ളതാ. എല്ലാ ദിവസവും നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ പൾപ്പ് എടുക്കാനായിട്ട് പഴം എടുത്ത് ഇങ്ങനെ വെച്ചേക്കോ. ഇതിപ്പോൾ ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട്. ചക്കയുടെ പഴം റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ രാവിലെ പൊളിച്ച് വെച്ചതാ. രാവിലെ പൊളിച്ച് വെച്ചത്. ഇതിപ്പോ പൾപ്പാക്കാൻ പോവാ. അല്ലല്ല, കൂഴയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ആൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും കളയാൻ പോകുന്ന സാധനവും കൂഴയാണ്. അതിന് കൊച്ചുപണിയല്ല, അത് വലിയ പണിയാണ്. ഇത് വലിയ മിഷനിൽ ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ് ഈ പൾപ്പ് ആക്കുന്നത്. ഈ പൾപ്പ് ആക്കുന്നതല്ല, റിട്ടോട്ട് ചെയ്യുന്നത്. ആ റിട്ടോട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ മാനുവലായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ വലിയ വിലയുള്ള മെഷീനകത്താണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ അത് ഇവിടെ വിളിച്ചാൽ നമുക്ക് നമ്പറുണ്ട് 94 95 50 67 92. എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. ചക്കയുടെ ഒരു 50 പരം ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ തന്നെ റെഡിയാക്കുന്നത്. ഇനി ചക്കയുടെ കാപ്പിപ്പൊടി ഇരിപ്പുണ്ട്. ഈ ചക്കക്കുരു തന്നെ ഇത് നമ്മൾ ഉണക്കിയിട്ട് ഞാൻ കാപ്പി ഇട്ട് തരാം. നിങ്ങൾക്ക് ഇപ്പൊ കാപ്പി ഇട്ട് തരാം. നിങ്ങളൊന്ന് കുടിച്ച് നോക്കിയിട്ട് നമ്മൾ കാപ്പിപ്പൊടി കൊണ്ടുവന്ന് മേടിച്ചു തന്നെ നമ്മൾ ചക്കക്കുരു മാത്രം ഇട്ട് ഞാൻ തയ്യാറാക്കിയെടുത്ത ഞാനത് കാണിച്ചു തരാം. ഇത് ചക്കക്കുരു ഉണക്കി പൊടിച്ചതാണ്. ഇനി ഇതിനകത്ത് ചുക്ക് ചേർക്കും, കുറച്ച് ഏലക്കയും ചേർക്കും. ഇതിനകത്തുള്ള മിശ്രിതം ഇത് മാത്രമാണ്. ഈ വെളിയിലുള്ള ഈ തരികളൊക്കെ മാറും. ഇതെല്ലാം ഒന്നും ഇതിൽ പോകത്തില്ല, ഒന്നും കളയേണ്ട കാര്യമില്ല. ഇത് തന്നെ ഇടുക. നിങ്ങൾക്ക് ഞാനിപ്പോ കാണിച്ചു തരാം. ഇതിനിപ്പോ കാപ്പിയുള്ള ഇതിനിപ്പോ പൊടിച്ച് കാണിച്ചു തരാം. പൊടിക്കാൻ അതായത് ഇപ്പൊ ഇതിപ്പോ കണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് എടുത്തു പോകും. യാതൊരു സാധനവും ഒരു മായവും മന്ത്രവും ഇല്ല. ചക്കക്കുരു ശരിക്കും വറുത്ത് റെഡിയാക്കി വെച്ച് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു മായവും മന്ത്രവും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം.
നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ആ ചക്കയിൽ നിന്ന് വരുന്ന ചക്കക്കുരു ഉണ്ടല്ലോ, ആ ചക്കക്കുരു കൊണ്ടുള്ള കാപ്പിപ്പൊടി ഉണ്ടാക്കുവാണ്. എന്താ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ നടക്കണമെങ്കിൽ ഇതിപ്പോ പൊടിച്ചെല്ലാം കൂടെ വൃത്തിയാക്കും. ഇതിന്റെ കൂടെ ഏലക്ക വരും, ഇഞ്ചി വരും, ചുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചുക്ക. മറ്റേ ഏലക്ക ചുക്കെന്ന് പറയുന്നത് നമുക്ക് ചുക്കാട്ട് കിട്ടത്തില്ല. അതിനെ ഒരു വേറെ എന്തോ ഒരു സാധനമാണ് ചുക്കാട്ട് കിട്ടുന്നത്. ഇത് നമ്മൾ തന്നെ നമ്മളെ പച്ച ഇഞ്ചി ഡ്രയറിനകത്ത് ഉണക്കി പൊടിച്ചെടുത്ത് ഇത് ഈ ഇഞ്ചിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രയറിനകത്ത് ഉണക്കി എടുത്തതായതുകൊണ്ട് ഇത് ഇട്ടാല് നമുക്ക് ഇഞ്ചിയായിട്ട് തന്നെ കിട്ടും. അത് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചുക്കാണ്. വെറുതെ ഇപ്പൊ വന്നു ഞാൻ പൊടിച്ച് കാണിച്ചു തരാം. ഞാനിപ്പോ അതിന് പ്രത്യേകം പൊടിക്കാനുള്ള എനിക്ക് പൊടിക്കാനുള്ള സംഭവം കാപ്പി ഇട്ടുതരാം. കറക്റ്റ് ചക്കക്കുരു ഇപ്പൊ ഇതാ കാണിച്ചു തരാം. 1 മിനിറ്റ് മതിയാവുമോ? 1-1.5 മിനിറ്റ് എടുക്കും ഇത് സെറ്റ് ആവാനായിട്ട്. 1-1.5 മിനിറ്റ് ഓണാക്കാൻ പോവാം. നമ്മളിത് പൂർണ്ണമായി തുറക്കാൻ പോവാം. നല്ല ചൂടിങ്ങനെ അങ്ങോട്ട് ആവി ഉറക്കുന്നുണ്ടോ? കണ്ടോ? കാണുന്നുണ്ടോ? ആയ്, അതാണ് കാപ്പിപ്പൊടി. നമ്മൾ ഉദ്ദേശിക്കുന്ന കാപ്പിപ്പൊടി കറുപ്പ് കളർ കിട്ടത്തില്ല, ഈ കളറാണ്. അതെ, കറുപ്പാക്കുന്ന കാര്യമില്ല. നമ്മളത് കറുപ്പാക്കാത്തോണ്ട് മണമെന്ന് പറഞ്ഞാൽ അത് നോക്കി ഞാൻ ഇപ്പൊ കാപ്പി ഇട്ടത് അന്യായ മണമാണ്. അതുപോലെ ടേസ്റ്റ് ആണ്. ഇതിനകത്ത് മധുരം ഇടണ്ട. ഞാൻ നമ്മളിവിടെ ഇപ്പൊ കുടിക്കുന്നത് ഈ കാപ്പിക്കകത്ത് മധുരം ഇടേണ്ട കാര്യമില്ല. മധുരം ഇടണ്ട, അതെല്ലാം തന്നെ ഒരു ടേസ്റ്റ് ആണ്. എങ്കിലും അതിന്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റും. ഞാൻ മധുരം ഇട്ടും ഇടാതെയും വെച്ച് തരാം. ഇതാണ് നമ്മുടെ ടേസ്റ്റ്. അത് നോക്കാം. അതിന്റെ കാപ്പിപ്പൊടി പൊടിച്ചു വെച്ച പൊടി അതെടുത്ത് നമ്മൾ ഇച്ചിരി കാപ്പി ഇടാം. അതാണ് നമ്മൾ 3 പേർക്കുള്ള കാപ്പിയാ. ഇത്രയും പൊടി മതി. ഇതാണ്ടോ, ഇത്രയും പൊടി ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമ്മൾ ചൂടുവെള്ളം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. വെള്ളം വേണ്ട, ഇത്രയും വെള്ളം അതിനകത്ത്. നിങ്ങൾ മധുരം ഇടാതെ എടുത്ത് കഴിച്ച് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ മധുരം ഇട്ട് കഴിക്കുക. ചക്കക്കുരുവിൻ്റെ കാപ്പിപ്പൊടി ഉണ്ടാക്കിയതാണ് അത്. ഇതാ മധുരം ഒന്നും ചേർത്തിട്ടില്ല. ടേസ്റ്റ് അറിയാനും വേണ്ടിയാണ് ഇത് ഇങ്ങനെ കൊടുക്കുന്നത്. മധുരം ഇട്ട് ഞാൻ തരാം. മധുരം വേണ്ടുന്നവർക്ക് ഇട്ട് തരാം. ചക്കക്കുരു കാപ്പി നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് നോക്കൂ. അതിന്റെ രുചി അറിയാനും വേണ്ടിയാ. മധുരം ഇടേണ്ടവർക്ക് മധുരം ഇടാം. അപ്പൊ ഈ ഒരു ചക്കക്കുരു കാപ്പിയുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മധുരം ഇട്ടില്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ. ഇപ്പൊ മറ്റുള്ള കാപ്പിപ്പൊടികൾക്കകത്ത് മായം ഒക്കെ ചേർന്ന് വരുന്നതാണ്. പക്ഷെ ഇത് ചക്കക്കുരു ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് കുടിക്കാവുന്ന ഒരു ഐറ്റമാണ്. മധുരം വേണമെന്നില്ല. ഈ ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ. കാപ്പിയൊക്കെ നല്ല ടേസ്റ്റ് ചെയ്ത് വെക്കും. നല്ല മണവും നല്ല ഇതാണ്. മധുരം വേണ്ട. 100 പറയുമല്ല, മധുരം വേണ്ട. ഇതിന് മധുരം ഇടാതെ കഴിക്കണം. അങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ് അറിയണം. കാരണം യാതൊന്നും ഇല്ലാതെ അത് രുചിച്ചറിയണമെങ്കിൽ മധുരം ഇല്ലാതെ തന്നെ കഴിക്കുക. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു പോയിസൺ ആണ്. അതെ, തീർച്ചയായിട്ടും പഞ്ചസാര ഒരു പോയിസൺ തന്നെയാണ്. ഇത് തന്നെ കഴിക്കും. വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പല വെള്ളവും മധുരം കലക്കിയാണ് വരുന്നത്. ഇതൊക്കെ കുടിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടാവുന്നത്. ഈ ഷുഗർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും. ആവശ്യമുള്ള കളറുണ്ട്, കാപ്പിയുടെ കളറുണ്ട്. കാപ്പിയുടെ പക്ഷേ അത്രയും ഗുണങ്ങൾ അടുത്ത് വരുന്നുണ്ട്. അതിന്റെ മണം കേൾക്കാൻ പ്രത്യേകം പൈസ കൊടുക്കണം. കൊള്ളത്തിൽ നിന്ന് ഞാൻ ഇത്രയും സ്പീഡേ കുടിക്കും. മനസ്സിലായോ? ഐറ്റം മധുരമില്ലാതെ അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡേ കുടിക്കുന്നത്. അല്ലെങ്കിൽ ഇത് അങ്ങനെ കുടിക്കാതിരിക്കുന്നത് നമ്മളെ വന്ന് നിങ്ങളെ കാണിച്ചിട്ട് അത്രയും മാറ്റിയിരിക്കും. അങ്ങനല്ല, സംഭവം സൂപ്പറാണ്. അപ്പൊ ഈ ചക്കക്കുരു കാപ്പിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേട്ടന്റെ നമ്പർ നമ്മുടെ സുന്ദരചേട്ടനാണ്. സുന്ദരചേട്ടന്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചക്കയിൽ നിന്ന് 1000-ൽ പരം ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കി ഇപ്പോഴും എന്ത് ഉൽപ്പന്നം വേണമെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ തയ്യാറാക്കി തരും. ഓക്കെ, അതെ, എന്ത് വേണമെന്ന് ഓർഡർ തന്നാൽ നമ്മൾ ശരിയാക്കി തരും.